ഇൻസ്റ്റന്റ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തണ്ണിമത്തൻ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ 2 വ്യത്യസ്ത രുചികളിലുള്ള ജ്യൂസുകളുടെ റെസിപ്പി ആയിട്ടാണ്. ആദ്യത്തെ ജ്യൂസ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ശേഷമാണ് 1 കപ്പ് മെഷർ ചെയ്തെടുത്തത്. അതിലുള്ള കുരു എല്ലാം കളഞ്ഞിട്ടുണ്ട്. മാക്സിമം കളയാവുന്നത്ര കുരുവെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി അതിലോട്ട് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ജ്യൂസിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ചേർക്കേണ്ടത് ഉപ്പാണ്. 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് വാനില എസൻസ് ആണ്. 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയും പിന്നെ തണ്ണിമത്തനെല്ലാം നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടണം. ആ രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പാല് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ അടിച്ചെടുത്ത ജ്യൂസ് ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാട്ടർമെലൺ ജ്യൂസ് ആണ്. ഇത് വാട്ടർമെലൺ ആണെന്ന് ആരും പറയേയില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി രണ്ടാമത്തെ ജ്യൂസ് തയ്യാറാക്കിയെടുക്കാനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ് 1 കപ്പ് വാട്ടർമെലൺ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് നാരങ്ങാനീരാണ്. 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയും തണ്ണിമത്തനും എല്ലാം ഒട്ടും തന്നെ തരിയില്ലാതെ നന്നായിട്ട് അരഞ്ഞു കിട്ടുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് പുതിനയിലയാണ്. ഒരു 4 പുതിനയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് നേരം അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുതിനയിലയുടെ ഫ്ലേവർ ജ്യൂസിന് കിട്ടണം. ആ രീതിയിൽ ഒന്ന് അടിച്ചെടുക്കാം. ഇനി അടിച്ചെടുത്ത ജ്യൂസ് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്ത ജ്യൂസ് ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് 2 പുതിനയിലയും കൂടി വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തണ്ണിമത്തൻ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ 2 വ്യത്യസ്ത രുചികളിലുള്ള ജ്യൂസുകളാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്